ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ഹോം മെയ്ഡ് പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ അത്ര നന്നായിട്ട് അറിയൊന്നുമില്ല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ആദ്യം 1 കിലോ മൈദ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം. അങ്ങനെ നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും നമുക്കിത് കുഴച്ച് വെക്കണം. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ, എന്നാലാണ് മാവൊന്ന് പൊങ്ങി വരുള്ളൂ, നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളൊന്ന് കുഴയ്ക്കാൻ. എന്നിട്ട് നമുക്ക് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ അതിനിതാ ഇങ്ങനെ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ചെറുതല്ല കുറച്ച് വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് നമ്മളിത് അങ്ങനെ ഓരോരോ ഉരുളകളാക്കി ഇങ്ങനെ എടുത്തു വെക്കണം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടി അങ്ങനെ ഓരോരോ ഉരുളകളാക്കി എടുത്തു വയ്ക്കുക. എന്നിട്ട് അതിന് ഇങ്ങനെ ഉരുളകളാക്കി എടുത്ത് വെച്ചത് നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട് വേണം കേട്ടോ വയ്ക്കാൻ. എന്നിട്ട് അതിന് മീതെ നന്നായിട്ട് എണ്ണ തേച്ചതിന് ശേഷം നല്ല നനഞ്ഞൊരു കോട്ടൻ്റെ തുണി ഇട്ടിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ആ ഓരോ ഉരുളകളും എടുത്തിട്ട് നമുക്കിങ്ങനെ നടുവിൽ കുറച്ച് മാവ് നിർത്തി സൈഡ് ഇങ്ങനെ പരത്തി നമുക്കിതിങ്ങനെ ആധികാരികമായിട്ടൊന്നും അറിയില്ല എങ്കിലും നമ്മൾ ഈ പൊറോട്ട അടിക്കണൊക്കെ നമ്മൾ കടയിലൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ വീശി അടിക്കുക. എന്നിട്ട് അതിന് മീതെ കുറച്ച് മൈദ പൊടി ഇട്ടിട്ട് അതിനെ നമുക്ക് കീറിയെടുക്കണം. 2-3 പൊറോട്ടയ്ക്ക് കീറിയെടുക്കരുത്. അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ട ആക്കാം. നമ്മൾ വീട്ടിലായതുകൊണ്ട് ചെറുതായി വേണമെങ്കിൽ ആക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ നീളത്തിലാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ച് ഒന്നിങ്ങനെ ചുരുട്ടി അങ്ങനെ ചുരുട്ടി വയ്ക്കാം. അങ്ങനെ നമുക്ക് എല്ലാ മാവിൻ്റെ ഇങ്ങനെയുള്ള ഓരോ ഉണ്ടകളും നമ്മളങ്ങനെ പരത്തി ഇതുപോലത്തെ റൗണ്ട് ഷേപ്പിലാക്കി കുറച്ചും കൂടി എണ്ണയൊക്കെ തേച്ചിട്ട് വീണ്ടും വെക്കണം. ഇത് ഞങ്ങൾ രാത്രിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത്ര ലൈറ്റിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ആ ഒരു ഉണ്ടകൾ പിന്നെ 1/2 മണിക്കൂർ ഇങ്ങനെ നനഞ്ഞ തുണിയിട്ട് വെച്ച് നമ്മൾ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പരത്തിയെടുത്തിട്ട് വീണ്ടും നമ്മുടെ കയ്യിൽ എണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മൾ ഓരോന്നായി ചുട്ടെടുക്കുക കേട്ടോ. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ തേച്ച് അതിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. അങ്ങനെ പൊറോട്ട ഇട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ മീതെ കുറച്ചും കൂടി എണ്ണയൊക്കെ തേച്ച് നന്നായി ചുട്ടെടുക്കുക. എന്നിട്ട് അതിനെ നമ്മളിത് ഒരു 5-6 കഴിഞ്ഞാൽ അതിങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. നമ്മൾ കോഴിമുട്ട ചേർക്കാത്തത് കൊണ്ടാണ് കാരണം അധികം ലെയറായിട്ട് വരാത്തത്. എന്നാലും നമുക്ക് ആവശ്യത്തിന് ലെയറൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊറോട്ട റെഡി. ഞങ്ങൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് ഇനിയും വരുന്നതാണ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.